டே கேசோ ஓ என்னடா முகம் ஒரு மாதிரியா இருக்கு? எனக்கு എന്തൊരു പ്രശ്നം കനാൻഡി? ஏதோ பிரச்சனை இருக்கு. மெர்லின் கிட்ட சண்டை போட்டியா? സണ്ട പോടാൻ ഞാൻ എന്തിനു സണ്ട പോടേ? സണ്ട പോട്ടൊന്നുമില്ല. അവളെങ്ങനെ വിളിച്ച് അവളവളുടെ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഞാൻ എല്ലാത്തിനെയും കേട്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നമ്മളെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. എന്തോ അറിഞ്ഞൂടെ തന്നെ ആൻറ്റി, എല്ലാത്തിനും എന്തൊക്കെയോ തടസ്സം. ചില സമയം ഇങ്ങനെ ആയിരിക്കും അല്ലേ? டேய் வருத்தப்படாதடா, எல்லாமே சரியாகும். நம்பிக்கை தானடா வாழ்க்கையே. அதனால வருத்தப்படாத. എന്താണ് രാവിലെ കനകാന്റെ സിദ്ധാന്തമൊക്കെ പറയണം? ஒன்னும் இல்ல லட்சு, அவனுக்கு ஏதோ பிரச்சனை, ரொம்ப வருத்தமா இருக்கான். കേശുവിന് പ്രശ്നോ? കേശുവിന് എന്താ പ്രശ്നം? അങ്ങനെ പറയാനൊരു ചാൻസ് ഇല്ലല്ലോ. ഭക്ഷണം ഫ്രീ, താമസം ഫ്രീ, എക്സ്പെൻസ് ഇല്ല, പിന്നെ നേരെ ചൊവ്വ പഠിക്കാൻ പോണില്ല, തന്നിഷ്ടത്തിന് ജീവിക്കാം. എന്താ ലൈഫ്. പിന്നെ ആകെ ഉള്ള വള്ളിന്ന് വെച്ചാ അത് മെർലിൻ. അതെ, അതിനാണെങ്കിൽ വീട്ടുകാര് സപ്പോർട്ട്. അടുത്ത ജന്മത്തിലെങ്കിലും കേശുവായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ദൈവമേ. ഞാനേ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, ഞാൻ പോണു. ഇല്ലെങ്കിൽ നീ പോവാതെ ഇവിടെ വന്ന് ഇരി. നിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് പോ. അയ്യോ, എനിക്കെന്താ പ്രശ്നം? എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. 3 നേരം വയറ് നിറച്ച ആഹാരം. 3 അല്ലല്ലോ 6 6 നേരമെങ്കിൽ 6 നേരം വയറ് നിറച്ച ആഹാരം, സുഖജീവിതം, എക്സ്പെൻസ് ഇല്ല, തോന്നിയ പോലെ ജീവിക്കാം, പഠിക്കാൻ പോവണ്ട, പിന്നെ ആകെ ഉള്ളൊരു വള്ളി മെർലിൻ. അതിന് വീട്ടുകാർ മൊത്തം സപ്പോർട്ടും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അതെ അതെ അതെ. പിന്നെ ചെറിയ ചെറിയ ഓരോരോ ഇടയ്ക്കിടയ്ക്ക് പട്ടിത്താറ്റും പരിഹാസം ഉണ്ടാവും. അത് പിന്നെ ആത്മാഭിമാനം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, സഹിച്ചങ്ങ് നിൽക്കാമല്ലോ. പിന്നെന്തിനാണ് ചവിട്ട് തൊഴിൽ അതൊക്കെ കൊണ്ട് ഒരു പട്ടിയെ പോലെ അങ്ങ് ജീവിക്കാം. കുഴപ്പമില്ല, വേറെ വിഷയമുള്ള കേസൊന്നുമല്ല. പിന്നെ അടിമയെ പോലുള്ള ജീവിതമാണെന്നേ ഉള്ളൂ. കേശുവേ, ഓ ഓ ഓ ഓ എല്ലാരും പറയും. കേശു, ഓ ഈ നാണം കെട്ടവന്റെ ആസനത്തിലെ ആല് കിളിർത്ത അതും അലങ്കാരം തന്നെടാ. പഴഞ്ചൊല്ലല്ലേ? അങ്ങനാണെങ്കിൽ വേറെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. പക്ഷേ അമ്മായിക്ക് പറ്റിയ പഴഞ്ചൊല്ല് വേണമെങ്കിൽ അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും. ഭാര്യ വീട്ടിൽ പരമസുഖം 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഭർത്തൃ വീട്ടിൽ പരമസുഖം 10 ദിവസം കഴിഞ്ഞാൽ പട്ടിക്ക് സമം നാക്കിയ നന്നായിരിക്കും. പക്ഷെ അമ്മൂമ്മോ, ഇത് ചില ആൾക്കാർ മനസ്സിലാക്കണില്ല. ഞാൻ ഇനി ഇവിടെ നിന്നാ വേറെ കുറച്ചുകൂടെ ചിലപ്പോൾ പറയും, അത് കടുത്തു. ചേട്ടന് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. സാരമില്ല അമ്മായി, ഈ ചെവി കൂടെ കേട്ടിട്ട് മറ്റേ ചെവി കൂടെ കളഞ്ഞാൽ മതി. കുഴപ്പമില്ല, ചോദിച്ചു വാങ്ങിച്ചല്ലേ, സഹിച്ചോളാം.